ഇന്നൊരു ഓർമ്മപാത്രമാണ് കേട്ടോ. അതായത് ഒരു ചോറ്റുപാത്രം. എൻ്റെ ഓർമ്മയിലുള്ള ചോറ്റുപാത്രത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെയല്ല കേട്ടോ. കാരണം എൻ്റെ LKG മുതൽ ഞാൻ 10ാം ക്ലാസ് വരെ ഒറ്റ ചോറ്റുപാത്രത്തിലാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അമ്മ പല പല ചോറ്റുപാത്രങ്ങൾ വാങ്ങിച്ചു തന്നിട്ടുണ്ടെങ്കിലും എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ ഡ്രാക്കുളയുടെ ഷേപ്പിലുള്ള ഒരു ലഞ്ച് ബോക്സ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതിൽ ചോറ് കൊണ്ടുപോയി ഊണ് കഴിക്കുമ്പോൾ ഉള്ള ഒരു തൃപ്തി എനിക്ക് വേറെ ഏത് ലഞ്ച് ബോക്സിൽ കഴിക്കുമ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ലഞ്ച് ബോക്സ് ഞാൻ മാറ്റാനും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഹൈസ്കൂളൊക്കെ ആയപ്പോഴത്തേക്കും ഓടി ഓടി തളർന്ന് മൂലയിൽ കയറുന്ന പരുവത്തിലായപ്പോൾ അമ്മ വല്ലപ്പോഴുമായി ആ ബോക്സിൽ എനിക്ക് തന്നു വിടുന്നത്. പിന്നെ നല്ല ഓർമ്മകളുള്ളത് സ്കൂളിൽ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? സ്കൂളിൽ ഓർമ്മകൾ എപ്പോഴും ഭയങ്കര സ്പെഷ്യലാണ്. ലഞ്ച് ടൈം ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന ഒരു കഴിപ്പുണ്ട്. എല്ലാ ചുറ്റുപാത്രത്തിൽ നിന്നും കുറേശ്ശെ കൈയിട്ട് വാരി എല്ലാ കറികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ. നമ്മൾ ഏതെങ്കിലും കഫേ പോയിരുന്ന് ബർഗറും പിസയും കഴിച്ചാൽ കിട്ടുമോ? എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാവില്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരുണ്ടാക്കുന്ന കറികളിൽ ഫേവറേറ്റ് ആയിട്ടുള്ളത്? അങ്ങനെ പല പല ചോറ്റുപാത്രങ്ങൾ ഇങ്ങനെ മനസ്സിലൂടെ പോയപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഇന്നൊരു ചോറ്റുപാത്രം അങ്ങ് സെറ്റാക്കിയേക്കാം. അപ്പോൾ അതേ നല്ല അവിടോടുകൂടിയ മട്ടേരി ചോറും ബീൻസും ക്യാരറ്റും തോരനും മീൻ വറുത്തതും നാരങ്ങ അച്ചാറും ഈന്തപ്പഴ അച്ചാറും പിന്നെ ഒഴിച്ചു കൂട്ടാനായിട്ട് രസമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒഴിച്ചു കറി എനിക്ക് ഈ ചോറ്റുപാത്രത്തിൽ ഒഴിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അത് മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് പാക്ക് ചെയ്തെടുത്തു. ഇനി കുറച്ച് നേരം അതങ്ങനെ വെച്ചിട്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിങ്ങനെ എടുത്ത് തുറന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. ആഹാ, ഈ അച്ചാറൊക്കെ വെച്ച ചോറ്റുപാത്രങ്ങൾ പൊതുവേ തുറക്കുമ്പോൾ ഭയങ്കര മണമാണ്. പിന്നെ മീൻ വറുത്തതും രസവും കൂടി ഉണ്ടെങ്കിൽ പറയണ്ടല്ലോ. എൻ്റെ ഫേവറേറ്റ് കോംബോ ആണ് കേട്ടോ മീൻ വറുത്തതും രസവും. പിന്നെ കൂട്ടത്തിൽ ഇതേ ഈ ഈന്തപ്പഴ അച്ചാറും നല്ല എരിവും എന്നാൽ ഈന്തപ്പഴത്തിൻ്റെ മധുരവും കൂടെയുള്ള ഈ അച്ചാറുണ്ടല്ലോ ഒരു അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചോറ്റുപാത്രത്തിലുള്ളത്. അങ്ങനെ ഞാൻ പഴയ ഓർമ്മകളൊക്കെ ആയവർക്ക് ഈ ചോറുണ്ണട്ടെ കേട്ടോ. അപ്പോൾ പിന്നെ കാണാം. ബൈ.